നമസ്കാരം. നിങ്ങളുടെ കുഞ്ഞിന് പ്രകൃതി കനിഞ്ഞേകിയ ഏറ്റവും സമ്പൂർണമായ ആഹാരമാണ് മുലപ്പാൽ. മുലപ്പാലിന്റെ സവിശേഷതകളെയും മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ലോക ജനതയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ലോകാരോഗ്യ സംഘടനയുടെയും യുണിസെഫിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആഘോഷിച്ചു വരുന്നു. ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മുലയൂട്ടൽ ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള വികാര വായ്പ് അല്ലെങ്കിൽ കൺമുന്നിൽ ആ പൊന്നോമനയുടെ വളർച്ച കണ്ടാസ്വദിക്കുക മാതൃത്വത്തിന്റെ ആനന്ദം പോലെ മറ്റൊന്നില്ല. എന്നാൽ അതോടൊപ്പം ഉത്തരവാദിത്വങ്ങളും കൂടുന്നു. അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് മുലപ്പാൽ, നവജാത ശിശുക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണവും. അമ്മയുടെ ശരീരത്തിൽ സംഭരിച്ചിട്ടുള്ളതും രക്തത്തിൽ അടങ്ങിയിട്ടുള്ളതുമായ പോഷക പദാർത്ഥങ്ങളിൽ നിന്നാണ് മുലപ്പാൽ ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ ജനനം മുതൽ 6 മാസത്തെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ പോഷക പദാർത്ഥങ്ങളും കൊഴുപ്പ്, അന്നജം, പഞ്ചസാര, മാംസ്യം, വിറ്റാമിനുകൾ, ധാതുക്കൾ, വെള്ളം തുടങ്ങിയവ ശരിയായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. കുപ്പിയോ മറ്റു പാത്രങ്ങളോ ഉപയോഗിക്കാതെ ശിശുക്കൾക്ക് അമ്മയുടെ സ്തനങ്ങളിൽ നിന്ന് നേരിട്ട് മുലപ്പാൽ നൽകുന്നതിനെ മുലയൂട്ടൽ എന്ന് പറയുന്നു. ആദ്യത്തെ 6 മാസങ്ങളിൽ മറ്റൊന്നും നൽകാതെ, അതായത് വെള്ളം, പഴച്ചാർ, മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ നൽകാതെ മുലപ്പാൽ മാത്രം നൽകുന്നതിനെ സമ്പൂർണ്ണ മുലയൂട്ടൽ എന്ന് പറയുന്നു. നവജാത ശിശുക്കളിലെ വയറിളക്കം, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവ തടഞ്ഞ് ശിശു മരണനിരക്ക് വളരെയധികം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. മുലപ്പാലിന്റെ അല്ലെങ്കിൽ മുലയൂട്ടലിന്റെ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കുഞ്ഞിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞിന് എളുപ്പത്തിൽ ദഹിക്കുന്നു, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു, ആദ്യകാല ഭക്ഷ്യ അലർജികൾ ഒഴിവാക്കുന്നു, ദഹനപ്രക്രിയയെ സഹായിക്കുന്നു, രോഗാണുബാധ, വയറിളക്കം തുടങ്ങിയവ കുറയ്ക്കുന്നു. അമ്മയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങളാണെങ്കിലോ, ഗർഭപാത്രം ചുരുങ്ങാൻ സഹായിക്കുന്നു, ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് കുറയ്ക്കുന്നു, ഗർഭധാരണത്തിന് മുമ്പുള്ള തൂക്കത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നു, ഒപ്പം സ്തനാർബുദം, അണ്ഡാശയ അർബുദം തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു. മുലപ്പാൽ ഉണ്ടാകുന്നത് എവിടെ, എങ്ങനെ? നമുക്ക് നോക്കാം. ഗ്രന്ഥികളാലും കൊഴുപ്പിനാലും രൂപപ്പെട്ടിരിക്കുന്ന സ്തനങ്ങളിലെ ചെറിയ അറകളിൽ രൂപപ്പെടുന്ന മുലപ്പാൽ ഗ്രന്ഥിനാളങ്ങൾ വഴി സ്തനങ്ങളിലെത്തുന്നു. ശരീരത്തിലെ പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് മുലപ്പാൽ ഉണ്ടാകുന്നത്. മുലപ്പാലിന്റെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ വിവിധ തരം മുലപ്പാലുകൾ. ആദ്യമായി കൊളസ്ട്രം അല്ലെങ്കിൽ കന്നിപ്പാൽ. ആദ്യ 3 ദിവസങ്ങളിൽ മഞ്ഞ നിറത്തോടെ വരുന്നതും ആന്റിബോഡികൾ, മാംസ്യം, ജീവകം എന്നിവ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതും കന്നിപ്പാലിലാണ്. ഇത് കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും ഒപ്പം എളുപ്പം ദഹിക്കുന്നതിനും സഹായിക്കുന്നു. ഇടയ്ക്കിടെ അല്പാൽപമായി മുലയൂട്ടുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഒപ്പം കുഞ്ഞിന്റെ ആദ്യത്തെ മലവിസർജനത്തിനും സഹായിക്കുന്നു. അടുത്തതായി ഫോർമിൽക്ക് അല്ലെങ്കിൽ ഇടക്കാല പാൽ. മുലയൂട്ടൽ തുടങ്ങി ഏതാണ്ട് 3 ദിവസത്തിൽ കൊളസ്ട്രത്തിൽ നിന്ന് സാധാരണ മുലപ്പാലിലേക്കുള്ള മാറ്റം തുടങ്ങുന്നു. മാംസ്യത്തിന്റെയും വെള്ളത്തിന്റെയും അളവ് കൂടിയതും കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞതുമായ കുഞ്ഞിന് ആദ്യം എളുപ്പത്തിൽ വലിച്ചെടുക്കാവുന്നതുമായ പാലാണ് ഫോർമിൽക്ക് അല്ലെങ്കിൽ ഇടക്കാല പാൽ. അടുത്തതിനെ മുലപ്പാൽ അല്ലെങ്കിൽ ഹൈൻ മിൽക്ക് എന്ന് പറയുന്നു. കുഞ്ഞിന്റെ ആരോഗ്യകരമായ നൈസർഗിക വളർച്ചയ്ക്കും വികാസത്തിനും പ്രകൃതി നൽകുന്ന ഏറ്റവും മികവാർന്ന പോഷക സമൃദ്ധമായ ആഹാരം. കുഞ്ഞിന്റെ പോഷകാവശ്യങ്ങൾ വളരുന്നതോടുകൂടിയാണ് ശരിക്കുള്ള മുലപ്പാൽ രൂപപ്പെടുന്നത്. ഊർജത്തിനും തൂക്കക്കൂടുതലിനും ആരോഗ്യകരമായ മസ്തിഷ്കത്തിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ആവശ്യമായ മിക്ക കൊഴുപ്പുകളും പ്രോട്ടീനുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. മുലയൂട്ടലിന്റെ ക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറങ്ങുന്നു. 6 മുതൽ 8 മണിക്കൂർ ഇടവേളയിലാകും പാൽ കുടിക്കുക. ഇത് സാധാരണമാണ്. ഇതുമൂലം അമ്മയ്ക്ക് കൂടുതലായി വിശ്രമിക്കാൻ സാധിക്കുന്നു. ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞ് സാധാരണ നിലയിലേക്ക് എത്തുന്നു. ആരോഗ്യമുള്ള കുഞ്ഞ്
ഒരു പ്രാവശ്യം വയർ നിറയെ പാൽ കുടിച്ചാൽ 2 മുതൽ 3 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങും. വീണ്ടും വിശന്ന് കരയുമ്പോൾ പാൽ കൊടുത്തു തുടങ്ങാം. ഇതിന് ഡിമാൻഡ് ഫീഡിംഗ് അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കുക എന്ന് പറയുന്നു. ഓരോ സ്തനത്തിൽ നിന്നും പൂർണ്ണമായി കൊടുത്തതിന് ശേഷം മറ്റേ സ്തനത്തിൽ നിന്നും കൊടുക്കുക. ഒരു തവണ മുലയൂട്ടുമ്പോൾ 10 മുതൽ 20 മിനിറ്റ് വരെ സമയം മുലയൂട്ടാവുന്നതാണ്. മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുഞ്ഞിനെ എങ്ങനെ വേണം പിടിക്കാൻ? മടിത്തട്ടിൽ കുഞ്ഞിന് താങ്ങായി ഒരു തലയണ വെക്കുക. അമ്മയുടെ മുതുകിന് കഴപ്പുണ്ടാകാതിരിക്കാൻ കാലുയർത്തി വെക്കാനും സുഖപ്രദമായ രീതിയിൽ ഒരു സ്റ്റൂൾ വെക്കുക. ചെറിയ തലയണയോ മടക്കിയ ബ്ലാങ്കറ്റോ താങ്ങായി ഉപയോഗിക്കാം. പിന്നീട് കുഞ്ഞിന്റെ വായ നന്നായി തുറന്നതിന് ശേഷം മുലഞ്ഞെട്ടിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം ഉൾപ്പെടെ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി മുലയൂട്ടുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുലയൂട്ടുമ്പോൾ വിവിധ രീതികൾ ഉപയോഗിക്കാമെങ്കിലും അമ്മയ്ക്ക് ഏറ്റവും സൗകര്യമെന്ന് തോന്നുന്നതും സുഖകരമായി തോന്നുന്നതുമായ രീതി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആദ്യമായി വശങ്ങളിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന രീതി. ഒരു വശം ചരിഞ്ഞു കിടന്ന് നിങ്ങൾക്ക് അഭിമുഖമായി കുഞ്ഞിനെ ചരിച്ചു കിടത്തുക. കുഞ്ഞിന്റെ തല സ്തനത്തിന്റെ കീഴ്ഭാഗത്തായി വരണം. വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ ഇടതു കൈകൊണ്ടും ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ വലതു കൈകൊണ്ടും മുല പിടിച്ച് കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുക്കുന്ന രീതിയാണ് ഇത്. അടുത്തതായി തൊട്ടിൽ പിടുത്തം അല്ലെങ്കിൽ ക്രേഡിൽ ഹോൾഡ്. നിവർന്നിരുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി മാറിനോട് ചേർത്ത് കുഞ്ഞിനെ ചരിച്ചു കിടത്തുക. കുഞ്ഞിന്റെ തലയ്ക്കും മുതുകിനും പൃഷ്ഠത്തിനും നിങ്ങളുടെ കൈകൊണ്ട് താങ്ങ് കൊടുത്ത് കുഞ്ഞിന്റെ മുഖം സ്തനത്തിനടുത്തേക്ക് കൊണ്ടുവരിക. മുലക്കണ്ണുകൊണ്ട് കുഞ്ഞിന്റെ വായിലോ കവിളിലോ ഉരസുക. കുഞ്ഞ് വലിച്ചു കുടിക്കാൻ തുടങ്ങുമ്പോൾ മുലക്കണ്ണും മുലത്തടവും കുഞ്ഞിന്റെ വായ്ക്കകത്താണെന്ന് ഉറപ്പുവരുത്തുക. എങ്കിലേ കുഞ്ഞിന്റെ വായ ശരിയായി സ്തനത്തിൽ ചേർന്നിരിക്കൂ. അടുത്തതായി ഫുട്ബോൾ പിടുത്തം. ഇവിടെ കുഞ്ഞിന്റെ തലയും കഴുത്തും നിങ്ങളുടെ കൈകൊണ്ട് പിടിക്കുക. കുഞ്ഞിന്റെ കാൽ നിങ്ങളുടെ പിന്നിലേക്ക് നീണ്ടു വന്നോട്ടെ. ഒരു തലയണ കൊണ്ട് നിങ്ങളുടെ കൈകൾക്ക് താങ്ങു കൊടുക്കുക. മറ്റേ കൈകൊണ്ട് കുഞ്ഞിന്റെ വായ നിങ്ങളുടെ സ്തനത്തിലേക്ക് അടുപ്പിക്കുക. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുലക്കണ്ണ് കുഞ്ഞിന്റെ വായിലേക്ക് നന്നായി വച്ചു കൊടുക്കുക. ഇരട്ട കുട്ടികളെ ഒരേ സമയം മുലയൂട്ടുന്നതിന് ഏറ്റവും ഉത്തമമായ രീതിയാണിത്. ഒപ്പം ഒരു സിസേറിയൻ പ്രസവത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വലിപ്പമേറിയ സ്ഥലങ്ങളിൽ നിന്ന് മുലയൂട്ടാനും ഈ രീതി സഹായിക്കുന്നു. അടുത്തതായി മടിയിൽ കിടത്തി പാൽ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ക്രോസ് ക്രേഡിൽ മെത്തേഡ്. ഇവിടെ കുഞ്ഞിനെ മടിയിൽ ഒരു തലയണ വെച്ചതിന് ശേഷം അമ്മയ്ക്ക് അഭിമുഖമായി കിടത്തുക. കുഞ്ഞിന്റെ പുറവും ചുമലുകളും മടിക്ക് കുറുകെയുള്ള കൈകൊണ്ട് താങ്ങുക. എന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മുലക്കണ്ണ് വച്ചു കൊടുക്കുക. ഇത്രയുമാണ് മുലയൂട്ടൽ രീതികൾ. ഇതിലേതു വേണമെങ്കിലും അമ്മയുടെ ശരിയായ സൗകര്യവും സുഖവും അനുസരിച്ച് അമ്മയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി ശരിയായ രീതിയിലുള്ള മുലയൂട്ടൽ എങ്ങനെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ തള്ളവിരൽ മുകളിലും ചൂണ്ടുവിരൽ താഴെയുമായി സ്തനത്തിൽ അമർത്തിയ ശേഷം മുലക്കണ്ണുകൊണ്ട് കുഞ്ഞിന്റെ കീഴ്ചുണ്ടിൽ മെല്ലെ സ്പർശിക്കുക. കുഞ്ഞിന്റെ റൂട്ടിംഗ് റിഫ്ലക്സ് ഉത്തേജിപ്പിക്കാൻ ഇത് സഹായിക്കും. കുഞ്ഞ് വായ തുറന്നു പിടിച്ച് നിങ്ങളുടെ മുലക്കണ്ണിന് നേരെ തലതിരിക്കും. വായ തുറന്നു പിടിക്കുമ്പോൾ കുഞ്ഞിനെ മെല്ലെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക. ശരിയായ രീതിയിലാണ് ഒത്തുചേരുന്നതെങ്കിൽ കുഞ്ഞിന്റെ കീഴ്ചുണ്ട് താഴേക്ക് വളയും. കുഞ്ഞിന്റെ വായ മുലക്കണ്ണിന് ചുറ്റും കഴിവതും മുലത്തടം ഉൾക്കൊള്ളും വിധമായിരിക്കണം. ശരിയായി ചേർന്നിട്ടുണ്ടെങ്കിൽ തുടരെ കുഞ്ഞ് ഉറിഞ്ചുന്നതിന്റെയും അല്പവിരാമത്തിന് ശേഷം പാല് ഇറക്കുന്നതിന്റെയും ശബ്ദം കേൾക്കാൻ സാധിക്കും. ശരിയായി ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വായും നിങ്ങളുടെ സ്തനവും തമ്മിൽ ശക്തമായ ഒരു ചേർപ്പുണ്ടാകും. കുഞ്ഞിനെ സ്തനത്തിൽ നിന്ന് വിടുവിക്കാൻ അല്ലെങ്കിൽ മറ്റേ സ്തനത്തിലേക്ക് മാറ്റാൻ ഉറിഞ്ചൽ നിർത്തുന്നതിന് നിങ്ങളുടെ കൈവിരൽ മെല്ലെ മോണക്കിടയിലേക്ക് കടത്തുക. ഇനി മുലയൂട്ടലിന് ശേഷം കുഞ്ഞിന്റെ തികട്ടൽ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മുലയൂട്ടൽ കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളിൽ തട്ടി ഏമ്പക്കം വിടുവിക്കാൻ ശ്രമിക്കുക. ഇതിനായി പല രീതികളുണ്ട്. ആദ്യമായി നേരെ ഇരുന്നിട്ട് കുഞ്ഞിനെ അമ്മയുടെ ചുമലിൽ കിടത്തുക. ഒരു കൈ കൊണ്ട് കുഞ്ഞിന് താങ്ങു കൊടുക്കുക. മറ്റേ കൈ ഉപയോഗിച്ച് കുഞ്ഞിന്റെ പിറകിൽ
താഴെ നിന്ന് മുകളിലേക്ക് മൃദുവായി തടവുക അല്ലെങ്കിൽ ചെറിയ തോതിൽ തട്ടിക്കൊടുക്കുക. രണ്ടാമത്തെ രീതി, കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ നേരെ ഇരുത്തുക. ഒരു കൈകൊണ്ട് കുഞ്ഞിന്റെ നെഞ്ചിൽ താങ്ങുക. മറ്റേ കൈ ഉപയോഗിച്ച് കുഞ്ഞിന്റെ പുറകിൽ മെല്ലെ തടവുക. ഇതും താഴെ നിന്ന് മുകളിലേക്ക് വേണം തടകാൻ. മൂന്നാമതായി, കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ കമഴ്ത്തി കിടത്തുക. തല അല്പം മുകളിലാണെന്ന് ഉറപ്പുവരുത്തി വയ്ക്കുക. എന്നിട്ട് പുറകിൽ മെല്ലെ തട്ടിക്കൊടുക്കുക. മുലയൂട്ടലിനിടയിൽ കുഞ്ഞിന്റെ വയറ്റിലേക്ക് അല്പാൽപമായി കടക്കുന്ന വായു പുറത്തു വരാനും അതുമൂലമുള്ള അസ്വാസ്ഥ്യങ്ങൾ ഒഴിവാകാനും ഇത് സഹായിക്കും. ഇതിനെ നമ്മൾ ബർപ്പിംഗ് അല്ലെങ്കിൽ വായു തട്ടൽ എന്ന് പറയുന്നു. മുലയൂട്ടുന്ന അമ്മമാരുടെ പോഷകാഹാരം. മുലയൂട്ടുന്ന അമ്മയ്ക്കെന്ന പോലെ തന്നെ കുഞ്ഞിനും ആവശ്യമായ രീതിയിൽ ആരോഗ്യസമ്പന്നമായ ആഹാരക്രമം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് നിങ്ങളുടെ കുഞ്ഞിന്റെ സത്വര വളർച്ചയ്ക്കും നിങ്ങളുടെ തന്നെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇരുവർക്കും ശക്തമായ എല്ലുകളും ഊർജവും ധാരാളം ദ്രാവകങ്ങളും ആവശ്യമാണ്. ഇനി മുലപ്പാൽ സംഭരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് പിന്നീട് കുഞ്ഞിനെ ഊട്ടാനായി സംഭരിച്ചു വെക്കുന്ന ഒരു നല്ല ശീലം ഇപ്പോൾ നിലവിൽ വരുന്നു. ജോലി ചെയ്യുന്ന അമ്മമാർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാൽ പിഴിഞ്ഞെടുത്ത് സൂക്ഷിക്കുന്നത് പാലിന്റെ ഉൽപാദനം നിലനിർത്താനും ഒപ്പം കുഞ്ഞിന് മുലപ്പാലിന്റെ എല്ലാ ഗുണങ്ങളും ലഭ്യമാക്കാനും സഹായിക്കും. നേരിട്ട് മുലയൂട്ടാൻ സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുല വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുലപ്പാൽ പിഴിഞ്ഞെടുത്തോ ബ്രസ്റ്റ് പമ്പ് എന്ന ഉപകരണം ഉപയോഗിച്ചോ ശേഖരിക്കുന്ന പാലിനെ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്ത മുലപ്പാൽ എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നും കൂടി നോക്കാം. സാധാരണ ഊഷ്മാവിൽ 6 മണിക്കൂർ വരെയും റെഫ്രിജറേറ്ററിൽ 24 മണിക്കൂർ വരെയും ഇതിനെ കേടുകൂടാതെ സൂക്ഷിക്കാം. എന്നാൽ ഫ്രീസറിൽ ഏകദേശം 2 ആഴ്ച വരെ ഇത് കേടുകൂടാതെ സംരക്ഷിക്കാവുന്നതാണ്. മുലപ്പാലിന്റെ അളവ് എങ്ങനെ കൂട്ടാം? ശരിയായ രീതിയിലുള്ള മുലയൂട്ടൽ നടത്തിയാൽ തന്നെ മുലപ്പാൽ ശരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി കാണാം. കൂടുതൽ തവണ മുലയൂട്ടുക, അപ്പോൾ കൂടുതൽ മുലപ്പാൽ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മുലയൂട്ടലിന്റെ ഇടവേള കുറയുന്നതിനനുസരിച്ചും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരിയായ രീതിയിലുള്ള പാലൂട്ടലിന് മിൽക്ക് ഇജക്ഷൻ റിഫ്ലെക്സ് അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലെക്സ് ആവശ്യമാണ്. ഈ സമയത്ത് നേരിയ രീതിയിലുള്ള വിങ്ങലും സ്തനങ്ങൾ നിറഞ്ഞതായും അമ്മമാർക്ക് അനുഭവപ്പെടുന്നു. മുലയൂട്ടുന്നതിനോ പമ്പിങ്ങിനോ മുമ്പായി ചെറിയ ചൂട് സ്തനങ്ങളിൽ നൽകുന്നത് ഈ റിഫ്ലെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ മുലയൂട്ടുന്നതും പാൽ ഉൽപാദനത്തിനെ സഹായിക്കും. പിന്നീട് 2 സ്തനങ്ങളും മാറി മാറി മുലയൂട്ടുന്നതും സ്തനങ്ങൾ അമർത്തിക്കൊടുക്കുന്നതും കൈകൊണ്ട് പാൽ പിഴിഞ്ഞു കൊടുക്കുന്നതും മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രാത്രികാലങ്ങളിലെ മുലയൂട്ടൽ. അമ്മയുടെ ശരീരത്തിലെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിന്റെ അളവ് അതിരാവിലെയുള്ള സമയങ്ങളിൽ കൂടുതലായിരിക്കും. രാത്രി മുഴുവൻ മുലയൂട്ടുമ്പോൾ പ്രൊലാക്റ്റിന്റെ അളവ് കൂടുന്നത് കാരണവും മുലപ്പാലിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക. അളവിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ അത് ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. ദിവസം 500 മുതൽ 1200 ml വരെ മുലപ്പാൽ അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ രീതിയിലുള്ള ജലാംശത്തിന്റെ നഷ്ടം പരിഹരിക്കാനായി സാധാരണ രീതിയിൽ കുടിക്കേണ്ട 8 ഗ്ലാസ് വെള്ളത്തിനേക്കാളും കൂടുതൽ വെള്ളം, ഏകദേശം 15 മുതൽ 18 ഗ്ലാസ് വെള്ളം മുലയൂട്ടുന്ന അമ്മ കുടിക്കേണ്ടതാണ്. ഒപ്പം സാധാരണ ആഹാരത്തിന് പുറമെ നന്നായി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഹാരങ്ങളും ആവശ്യമാണ്. ഭക്ഷണത്തിന് പുറമെ തൈര്, വെണ്ണ, പഴവർഗ്ഗങ്ങൾ, പഴച്ചാറുകൾ തുടങ്ങിയവ കൂടുതലായും കഴിക്കുക. ഒപ്പം സുഖകരമായ വിശ്രമവും അമ്മയ്ക്ക് നൽകുക. പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ മരുന്നുകൾ ഒരിക്കലും ആദ്യത്തെ പരിഹാര മാർഗമല്ല. പക്ഷേ മറ്റു മാർഗങ്ങൾക്കൊപ്പം ഇതും ശ്രമിക്കാവുന്നതാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മുലയൂട്ടൽ ഒഴിവാക്കേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം. പ്രധാനമായും അർബുദ രോഗങ്ങൾക്കെതിരെയുള്ള ചില മരുന്നുകൾ കഴിക്കുമ്പോൾ, ഹോർമോൺ ചികിത്സയിലായിരിക്കുമ്പോൾ, ക്ഷയം അഥവാ TB പോലെയുള്ള ദീർഘകാല രോഗങ്ങൾ, പ്രസവാനന്തരമുണ്ടാകുന്ന മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ.
മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം തന്നെ മുലയൂട്ടലും ഒപ്പം പിഴിഞ്ഞെടുത്ത പാലിന്റെ സംഭരണവും തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ നമ്മുടേതായ രീതിയിൽ നമ്മൾ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അമ്മയ്ക്ക് പ്രധാനമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുലപ്പാലിന്റെ അളവ് കുറയുന്നത്. ശരിയായ രീതിയിലുള്ള മുലയൂട്ടൽ രീതി അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒപ്പം കുട്ടികൾ പാൽ വലിച്ചു കുടിക്കാതിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ അവസ്ഥയിൽ സ്പൂൺ വഴിയോ ഡ്രോപ്പർ വഴിയോ പാൽ കൊടുക്കാവുന്നതാണ്. പാൽ പിഴിഞ്ഞ് കുഞ്ഞിന്റെ വായിൽ ഒഴിക്കുന്നതും നുണയാൻ കുഞ്ഞിനെ സഹായിക്കും. സ്തനവീക്കം അല്ലെങ്കിൽ മുലഞ്ഞെട്ടിനുണ്ടാകുന്ന വീക്കം. സ്തനത്തിൽ ഐസ് ബാഗ് വെക്കുന്നത് വഴി സ്തനവീക്കം തടയാം. വിണ്ടുകീറിയ മുലഞ്ഞെട്ടുകളിൽ എണ്ണയോ മറ്റ് ക്രീമുകളോ പുരട്ടാവുന്നതാണ്. സ്തനത്തിന് അണുബാധയോ അതുമൂലമുണ്ടാകുന്ന വീക്കമോ ആണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും പലപ്പോഴും പാലുൽപാദനത്തെ കുറയ്ക്കും. അമ്മമാർ മനസമാധാനത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ മുലയൂട്ടുമ്പോൾ അത് പാലുൽപാദനം കൂട്ടാനും സഹായിക്കും. ഇനി കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൂക്കക്കുറവുള്ള കുഞ്ഞ് വളരെ ചെറുതോ കുഞ്ഞിന് മുല കുടിക്കാൻ പറ്റാത്ത അവസ്ഥയോ ആണെങ്കിൽ കുഞ്ഞിന് ശരിയായ രീതിയിൽ പാൽ വലിച്ചു കുടിക്കാൻ പറ്റുന്നതുവരെ പാൽ പിഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. താൽക്കാലികമായി കുഞ്ഞിനുണ്ടാകുന്ന രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, വായ്പുണ്ണ് ഇതെല്ലാം ശരിയായ രീതിയിൽ മുലപ്പാൽ വലിച്ചു കുടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. മുലഞ്ഞെട്ടുകളുടെ ഉത്തേജനക്കുറവ് മൂലമോ പാൽ പൂർണ്ണമായി കൊടുക്കാത്തത് മൂലമോ പാൽ വറ്റിപ്പോകാം. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് തടയാൻ ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് വയറുപെരുക്കം. പാൽ കൊടുത്ത ശേഷം വായു തട്ടിക്കളയുന്നത് വഴി ഇതിനെ നമുക്ക് തടയാവുന്നതാണ്. മുച്ചിറിയുള്ള കുഞ്ഞുങ്ങളിൽ പിഴിഞ്ഞ പാൽ സ്പൂൺ വഴിയോ പാലട വഴിയോ കൊടുക്കാവുന്നതാണ്. അമ്മയ്ക്കും കുഞ്ഞിനുമിടയിലുള്ള വൈകാരിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രധാന ഘടകമാണ് മുലയൂട്ടൽ. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുവാനും അതിനു പിന്തുണ നൽകാനുമായി മുലയൂട്ടാനുള്ള അമ്മയുടെ നൈസർഗികമായ ആഗ്രഹത്തെ ആവശ്യമുള്ളിടത്ത് പ്രായോഗിക ഉപദേശം നൽകിയും ബന്ധുക്കളുടെ പിന്തുണ അവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്തിയും എല്ലായ്പ്പോഴും പിന്താങ്ങേണ്ടതാണ്. അങ്ങനെ സമ്പൂർണ്ണ മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുക വഴി ആരോഗ്യമുള്ളൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാം. ഇതാണ് നമ്മുടെ കടമ.